ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്നാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ മാരേജ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ പയ്യൻ റെഡി ആയിട്ടുണ്ട്, സുന്ദര കുട്ടപ്പനായിട്ട് നിന്നിട്ടുണ്ട്. ഇതാണ് അവൻ്റെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത്. ശേഷം നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റിലേറ്റീവ്സിനെയൊക്കെ വെച്ചിട്ട് അവർ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി ചെറുക്കനും കൂടെ ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സാരി ബ്ലൗസൊക്കെ. അങ്ങനെ നമ്മുടെ ചെറുക്കനും ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ഇനി അമ്പലത്തിലേക്ക് പോകാം. നെയ്യാറ്റിങ്കര കൃഷ്ണൻകോവിൽ വെച്ചിട്ടാണ് കേട്ടോ മാരേജ്. അപ്പം നമ്മുടെ സ്വീകരിക്കാനായിട്ട് പെണ്ണിൻ്റെ വീട്ടുകാരൊക്കെ റെഡിയായിട്ട് നിൽപ്പുണ്ട്. നമ്മുടെ ചെറുക്കൻ എന്താ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അടിപൊളി കോസ്റ്റ്യൂമും മേക്കപ്പൊക്കെ ആയിരുന്നു കേട്ടോ അവൻ്റെത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം അടുത്തിൻ്റെ സ്വീകരണ സമയമാണ്. പയ്യൻ്റെ വീട്ടിൽ നിന്ന് നമ്മളെ സ്വീകരിച്ച് അകത്തോട്ട് കൊണ്ടുപോകും. അപ്പം കല്യാണം നമ്മൾ ചെറുതായിട്ടേ എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ചെറിയ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പെണ്ണിൻ്റെ അനിയൻ, അതായത് നമ്മുടെ ബ്രൈഡിൻ്റെ അനിയനാണ് പെണ്ണിനെ സ്വീകരിച്ച് കൊണ്ടുവന്നത്. അപ്പം ഇങ്ങനെയാണ് ഹാരമൊക്കെ ഇട്ടിട്ട് ബൊക്കെയൊക്കെ കൊടുത്ത് ഷേക്കൻ്റെയൊക്കെ കൊടുത്ത് അകത്തേക്ക് സ്വീകരിക്കാൻ പോവാൻ കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ടില്ല, അറിയില്ലാത്തവർക്ക് വേണ്ടേണ്ടത് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം ബൊക്കെയൊക്കെ കൊടുത്ത് ഷേക്കൻ്റെയൊക്കെ കൊടുത്ത് നമ്മൾ അകത്തോട്ട് പോവുകയാണ്. അങ്ങനെ അകത്തെത്തിയ ശേഷം അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് പെണ്ണിൻ്റെ ചെറുക്കൻ്റെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ അനുഗ്രഹം വാങ്ങിയിട്ട് വേണം നമുക്ക് താലികെട്ടൽ ചടങ്ങിലേക്ക് കടക്കാനായിട്ട്. അപ്പോൾ അതാണ് നിങ്ങളെ കാണുന്നത്. അങ്ങനെ അടുത്ത് നമ്മുടെ പെൺകുട്ടി വന്ന് അടുത്ത ഹസ്ബൻഡാകാൻ പോകുന്ന ആളുടെ അച്ഛൻ്റെ അമ്മയുടെ കൈയും കാല് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. പയ്യൻ ചെയ്തത് എങ്ങനെയാണ് അതുപോലെ തന്നെ പെണ്ണിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇതാണ് നമ്മുടെ ആചാരം എന്ന് പറയുന്നത്. ഹിന്ദുക്കൾക്കൊക്കെ അറിയായിരിക്കുമല്ലോ നമ്മുടെ ഇങ്ങനത്തെ ആചാരങ്ങൾ. അപ്പം മണ്ഡപത്തിലൊക്കെ ആണെങ്കിൽ കുറച്ച് മണ്ഡപം ചുറ്റുന്ന ചടങ്ങ്, പിന്നെ ഒരുപാട് ബന്ധുക്കളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങേണ്ടി വരും. അപ്പോൾ ഇത് ചെറുതായിട്ടാണ്. അപ്പം ദക്ഷിണയൊക്കെ പോറ്റിക്ക് കൊടുത്തിട്ട് അവരുടെ ഇതിൽ വേറെ എന്തൊക്കെ ചടങ്ങുണ്ട്. അങ്ങനെ പോറ്റി കൊടുത്ത പ്രസാദമൊക്കെ ഇട്ടതിന് ശേഷം വേണം താലി കെട്ടാനായിട്ട്. അങ്ങനെ താലി കെട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ ചെറുക്കന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോറ്റി താലിയൊക്കെ പൂജിച്ചിട്ട് പയ്യൻ്റെ അച്ഛൻ്റെ, അതായത് എൻ്റെ അമ്മയച്ഛൻ്റെ കയ്യിലിട്ട് താലി കൊടുക്കുന്നുണ്ട്. മഞ്ഞ ചെറുട്ടിലാണ് കേട്ടോ താലി കെട്ടുന്നത്. അപ്പം അച്ഛൻ അങ്ങനെ അഗ്നിസാക്ഷിയാക്കി കാണിച്ചിട്ടാണ് പയ്യൻ്റെ കയ്യിൽ കൊടുക്കുന്നത്. അങ്ങനെ അവനും അഗ്നിസാക്ഷിയാക്കി കാണിച്ച ശേഷമാണ് നമ്മുടെ പെൺകുട്ടിയുടെ കഴുത്തിലോട്ട് താലി കെട്ടാൻ പോകുന്നത്. അവൻ എങ്ങനെയാണ് താലി കെട്ടുന്നതെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ സാധാരണ മണ്ഡപത്തിൽ വെച്ച് ചെയ്യുമ്പോൾ ഇരുന്നിട്ടാണല്ലോ കെട്ടുന്നത്. അപ്പം നിന്നിട്ട് കെട്ടുമ്പോൾ എങ്ങനെയാണെന്ന് ചെറിയൊരു കൺഫ്യൂഷനും ടെൻഷനൊക്കെ അവനുണ്ടായിരുന്നു. അപ്പോൾ അതാണ് പോറ്റി പറഞ്ഞു കൊടുക്കുന്നത്. താലി തിരിഞ്ഞു പോകാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കേട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ താലി കെട്ടാനായിട്ട് പോവുകയാണ്. എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു കല്യാണവും കാര്യങ്ങളൊക്കെ. കല്യാണം കഴിഞ്ഞിട്ട് 1 വീക്ക് ആകാറായി. തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ താമസിച്ചത്. അപ്പം താലി കെട്ടും അങ്ങനെ വളരെ മംഗളമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം സൂപ്പറായിരുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നല്ലതായിട്ട് നടന്നു. അങ്ങനെ ഞാനാണ് ബാക്കിൽ നിന്ന് താലിയിട്ട് കിടക്കുന്നത് കേട്ടോ. പയ്യൻ്റെ സഹോദരിയുടെ സ്ഥാനത്ത് നിന്നിട്ട് അപ്പം ഞാൻ ചേട്ടത്തെയും വേണം. അപ്പം ഞാനാണ് ബാക്കിൽ താലിയൊക്കെ ഇട്ട് കിടക്കുന്നത്. അതിന് ശേഷം അവർ ഫോട്ടോസൊക്കെ എടുക്കാൻ പോയി. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ പോയി നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ച് അടുത്ത് തിരിച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് അവർ നമ്മളെ വീട്ടിലോട്ട് ആരതൊഴിഞ്ഞ് കയറ്റുന്ന ചടങ്ങാണ് ഈ കാണുന്നത്. പെണ്ണിനെ നമ്മുടെ പയ്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ചടങ്ങാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. അരുത്തൊഴിഞ്ഞ് കയറ്റുന്നതാണ്. അങ്ങനെ അത് കഴിഞ്ഞ ശേഷം അവർക്ക് എന്തോ ആ സംഭവത്തിൽ നിന്ന് കുറിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നതാണിത്. പിന്നെ എന്തോ ഇത് കണ്ണീർ ദോഷമൊന്നും ഇല്ലാതിരിക്കുക, അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെ അതൊക്കെ ഒഴിഞ്ഞിട്ടതിന് ശേഷം അമ്മയമ്മ നിലവിളക്ക് പെണ്ണിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് അകത്തോട്ട് സ്വീകരിക്കുന്ന ചടങ്ങാണിത്. അത് കഴിഞ്ഞ ശേഷം അവർ ഈ നിലവിളക്ക് കൊണ്ട് നമ്മുടെ എവിടെയാണോ പൂജാമുറി അല്ലെങ്കിൽ വിളക്ക് എത്തിക്കുന്ന സ്ഥലം അവിടെ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ച് തൊഴണം. അങ്ങനെയാണ് നമ്മുടെ ചടങ്ങെന്ന് പറയുന്നത്. ഓരോ സ്ഥലത്ത് പല രീതിക്കാണ് പല ചടങ്ങുകളും. നമ്മളെവിടെയൊക്കെ എങ്ങനെയാണ് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി പെണ്ണിനും ചെറുക്കനും പാലും പഴവും കൊടുക്കാനുള്ള ചടങ്ങാണ്. അപ്പോൾ അമ്മയാണ് പാലും പഴമൊക്കെ കൊടുക്കുന്നത്. ഞാനൊന്ന് വൈകിപ്പോയി അത് ഷൂട്ട് ചെയ്യാനായിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് അകത്തോട്ട് പോയ സമയത്താണ് പാലും പഴവും കൊടുക്കാൻ തുടങ്ങിയത്. അപ്പം അതൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. പാലും പഴമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം.